മല്ലുക ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമായ കൊച്ചിയിലും അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ പോരായ്മ കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ താരങ്ങളെ മാർക്ക് ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ താരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധ്യതയുള്ളൊരു മത്സരം തന്നെയായിരുന്നു. രണ്ടാം പകുതിയിൽ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ടാം പകുതിയിൽ വിപിൻ മോഹന്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അർമാൻഡോ സാദിക്കിലൂടെ മോഹൻ ബഗാൻ വീണ്ടും ലീഡ് ഉയർത്തി. ദിമിയിലൂടെ ബ്ലാസ്റ്റേഴ്സ് അത് വീണ്ടും 2-2 എന്ന സ്കോറിലേക്ക് സമനില പിടിച്ചു. അങ്ങനെ 2-2 എന്ന സ്കോറിൽ മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻ ബഗാന് കോർണർ ലഭിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മോഹൻ ബഗാൻ താരങ്ങളെ വേണ്ടത്ര രീതിയിൽ ടൈറ്റ് മാർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ദീപക് താങ്കിരി വളരെ അനായാസം ഹെഡ് ചെയ്തുകൊണ്ട് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ സ്കോറിൽ 3-2 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങി. മത്സരത്തിന്റെ തുടക്കത്തിൽ അർമാൻഡോ സാദിക്കു നേടിയ ആദ്യ ഗോളും ഇത്തരത്തിൽ ഡിഫൻസിലെ താരങ്ങളെ മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അനായാസം വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു. ടൈറ്റ് മാർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വാങ്ങുകയും അവസാനം 3-2 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടന്നേനെ. ഏതായാലും പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.